വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ PYQ സീരീസിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. 2024-25 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ അക്കൗണ്ടൻസി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 20 അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ 20 അക്കൗണ്ടൻസി ക്വസ്റ്റ്യനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയാത്ത അതായത് കോസ്റ്റിങ്ങിൻ്റെയും കുറച്ച് വെറൈറ്റി ആയി ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇത്തിരി ലെങ്തി ആവും. നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. നോട്ട്സ് പഠിക്കാനുള്ള ഒരു മനസ്സോടുകൂടി ഇരുന്ന് വൃത്തിക്ക് പഠിക്കുക കേട്ടോ. കാരണം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണല്ലോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, എല്ലാം ചോദിച്ച ചോദ്യങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എല്ലാം ഇക്വേഷൻസൊക്കെ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻസൊക്കെ ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ നോട്ട് നമ്മൾ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ, കോപ്പറേറ്റീവ് ലോയുടെ ഗ്രൂപ്പിൽ എല്ലാത്തിൻ്റെ നോട്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ കേട്ടോ നോട്ട്സ് അവിടെ ഇടാറുണ്ട്, ഫോൾഡർ വൈസ് ഇടാറുണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് ലോ കൂടെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്ത് ചോദിക്കുക, ഗ്രൂപ്പിൽ ആഡ് ആവുക. അപ്പോൾ നമുക്ക് അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ 634 ക്വസ്റ്റ്യൻ വിട്ടായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് സ്കിപ്പായി പോയതാണ്. അപ്പോൾ 634 നമ്പർ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 655 തൊട്ടിട്ട് ഇങ്ങ് തുടങ്ങും കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. 600 നമ്പറിൽ കുഴപ്പമില്ല, ഒന്ന് വിട്ടുപോയി എന്നുള്ളൂ കേട്ടോ. ഇപ്പം എന്നാലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 1000 ഒരെണ്ണം കുറഞ്ഞു പോകണ്ട. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റിയായി ബന്ധപ്പെട്ടത് എന്താണെന്നാണ് അല്ലേ. സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ആണോ, ആക്ച്വൽ സെയിൽസ് മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണോ, കോൺട്രിബ്യൂഷൻ പ്ലസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ആണോ, അതോ സെയിൽസ് മൈനസ് പ്രോഫിറ്റ് ആണോ. അപ്പോൾ നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്താണെന്ന് നമുക്കറിയണം അല്ലേ. അപ്പം മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ സെയിൽസും അതിൻ്റെ ബ്രേക്ക് ഈവൻ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സെയിൽസ് എത്രത്തോളം കുറയുന്നുവോ അപ്പോൾ ആ പ്രോഫിറ്റ്, അതായത് കമ്പനിയുടെ പ്രോഫിറ്റും എന്താണ്, അത്രത്തോളം കുറയല്ലേ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് അതിൽ പറയുന്നത്. അതിൻ്റെ ഡിഫറൻസ് ആണ് ആക്ച്വൽ സെയിൽസും ബ്രേക്ക് ഈവൻ സെയിൽസ്. ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല, നൈദർ പ്രോഫിറ്റ് നോർ ലോസ്, അങ്ങനത്തെ ഒരു പോയിൻ്റാണെന്ത് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ സെയിൽസ് ഈസ് ദ എമൗണ്ട് ഓഫ് റവന്യൂ എ ബിസിനസ് മസ്റ്റ് ജനറേറ്റ് ടു കവർ ഓൾ ഓഫ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ്. അതായത് ടോട്ടൽ കോസ്റ്റ് എല്ലാം കവർ ചെയ്യാനുള്ള എന്താവണം, റവന്യൂ ബിസിനസ്സിന് കിട്ടണം അല്ലേ, ഏൺ ചെയ്യണം. എന്നാൽ അവിടെ എന്തില്ല, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. അങ്ങനെ റിസൾട്ട് ചെയ്യുന്ന ആ ഒരു അവസ്ഥേനെയാണ് ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുക. അപ്പോൾ ആ ഒരു പോയിൻ്റ്, അതായത് അതാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡിഫറൻസും ആക്ച്വൽ സെയിൽസും അങ്ങനെ നിൽക്കുന്ന സെയിൽസ്, അതാണ് ബ്രേക്ക് ഈവൻ സെയിൽസ്. നൈദർ പ്രോഫിറ്റ് നോർ ലോസ്, ആ നിൽക്കുന്ന സെയിൽസും, അതായത് കവർ ചെയ്യാനുള്ള ടോട്ടൽ കോസ്റ്റ് കവർ ചെയ്യാനുള്ള എന്തുണ്ട്, ജനറേറ്റ് ചെയ്യണം, സെയിൽസ് കൊണ്ട് ജനറേറ്റ് ചെയ്യണം, റവന്യൂ ജനറേറ്റ് ചെയ്യണം ബിസിനസ്. ആ ഒരു ബ്രേക്ക് ഈവൻ സെയിൽസും ആക്ച്വൽ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതിവിടെ നമ്മുടെ ഓപ്ഷൻ എയിൽ തന്നെ അങ്ങനത്തെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ തന്നെയാണ് എന്ത് ഇവിടെ ഉത്തരമായിട്ട് വരിക. അപ്പം വാട്ട് ഈസ് മാർജിനൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ, മാർജിനൽ സേഫ്റ്റി എന്താണ്, ഹൗ മച്ച് സെയിൽസ് ക്യാൻ ഡിക്ലൈൻ ബിഫോർ എ കമ്പനി ബിക്കംസ് അൺപ്രോഫിറ്റബിൾ. അൺപ്രോഫിറ്റബിൾ ആവുന്നതിന് മുമ്പ് എത്ര സെയിൽസ് ക്യാൻ ഡിക്ലൈൻ ബിഫോർ എ കമ്പനി ബിക്കംസ് അൺപ്രോഫിറ്റബിൾ. അത് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്ത്, മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ സെയിൽസും ബ്രേക്ക് ഈവൻ സെയിൽസും തമ്മിലുള്ള വ്യത്യാസമാണ്. ആക്ച്വൽ സെയിൽസും ബ്രേക്ക് ഈവൻ സെയിൽസും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്, മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി ഈക്വൽസ് ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രേക്ക് ഈവൻ സെയിൽസ് ഈസ് ദ എമൗണ്ട് ഓഫ് റവന്യൂ എ ബിസിനസ് മസ്റ്റ് ജനറേറ്റ് ടു കവർ ഓൾ ഓഫ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ്. അത് റിസൾട്ട് ചെയ്യുന്നത് നൈദർ പ്രോഫിറ്റ് നോർ ലോസ് ആയിരിക്കും. ഇത് ഡിവൈഡ് ചെയ്യുന്ന ബ്രേക്ക് ഈവൻ സെയിൽസ് ഡിവൈഡ് ചെയ്യാനും ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്താണ്, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ. അപ്പോൾ ഒരു നോട്ട് ബുക്ക് എടുത്ത് അല്ലെങ്കിൽ പെന്നും പേപ്പറും എടുത്ത് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ബ്രേക്ക് ഈവൻ സെയിൽസ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ ആണ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ ആണ്. ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് കാണാൻ സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റും വേരിയബിൾ
കോസ്റ്റ് ഉണ്ടല്ലോ, ആ വാരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റും അതിൻ്റെ ഡിഫറൻസാണ് ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അതായത് ഈ ഭാഗമൊക്കെ നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ നമ്മളിത് കേൾക്കാത്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത്തിരി ബുദ്ധിമുട്ടായി തോന്നുന്നത്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ബ്രേക്ക് ഈവൻ സെയിൽസ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? ഫിക്സഡ് കോസ്റ്റിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് കാണണമെങ്കിൽ സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റും വാരിയബിൾ കോസ്റ്റ് അതിൻ്റെ പെർ യൂണിറ്റാണ് എടുക്കുന്നത്. കാരണം കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് ആണല്ലോ കാണേണ്ടത്. അതുകൊണ്ട് സെയിൽസ് പ്രൈസിൻ്റെയും വാരിയബിൾ കോസ്റ്റിൻ്റെയും പെർ യൂണിറ്റ് എടുക്കുക. അതിൻ്റെ ഡിഫറൻസ് ആണ് എന്ത്? ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ റേഷ്യോ കാണണമെങ്കിൽ സെയിൽസാണ് അടിയിൽ കൊടുക്കുക കേട്ടോ. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് പെർ യൂണിറ്റ്, അതാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്താണെന്ന് പഠിക്കുക, അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്താണെന്ന് പഠിക്കുക. പിന്നെ ബ്രേക്ക് ഈവൻ സെയിൽസ് കാണാനുള്ള ജസ്റ്റ് ഒരു ഫോർമുലയെങ്കിലും അറിഞ്ഞു വയ്ക്കുക. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ. കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ പെർ യൂണിറ്റ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് പ്രൈസ് മുകളിൽ വരും, താഴെ വാരിയബിൾ കോസ്റ്റ് വരും. പെർ യൂണിറ്റ് എല്ലായിടത്തും സെയിം ആയിട്ട് വരും. പിന്നെ ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ ആണ് കാണാൻ പറയുന്നതെങ്കിൽ അതും പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ആണ് കേട്ടോ. കോൺട്രിബ്യൂഷൻ മാർജിൻ്റെ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് പെർ യൂണിറ്റ് ആണ് കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഒരു ചെറിയ ടെക്നിക്കൽ അങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷനാണ് ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ് എന്ത്? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ്? അത് പിന്നെ നോർമൽ ചോദിക്കാറുള്ള ചോദ്യമാണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് ഏതാണെന്നാണ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് അല്ല, ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ല. പ്രോഫിറ്റ് റിസീവ്ഡ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് അല്ലേ? ഫിക്സഡ് അസറ്റ് വിൽപ്പനയിലൂടെ കിട്ടുന്ന ലാഭം, അതെന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഓൺ പർച്ചേസ് അല്ല, ബാഡ് ഡെറ്റ് റിക്കവേർഡ് അല്ല. അപ്പോൾ അത് എന്താണ്? പ്രോഫിറ്റ് റിസീവ്ഡ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആണ് ഇവിടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടുള്ളത്. അടുത്തത് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുള്ളതാണ്. ലിഫോ ഫിഫോ നമ്മൾ കേൾക്കാത്ത സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ മെത്തേഡ്സൊക്കെ, കോസ്റ്റ് പ്രൈസിൻ്റെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോകാം കേട്ടോ. ഇപ്രാവശ്യം ചോദിച്ചത് ആവില്ല, ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചോദിക്കാം. അപ്പം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് അതൊന്ന് ക്വസ്റ്റ്യൻ കിട്ടിയ ഭാഗ്യം അല്ലേ. വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുകയാണ്. വെൻ മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഇൻ ഫെബ്രുവരിയിൽ പർച്ചേസ് ചെയ്ത മെറ്റീരിയലാണ് ഇഷ്യൂഡ്. വെർ മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഫ്രം ഫെബ്രുവരി ടു ജൂൺ റിമൈൻസ് ഇൻ ദ സ്റ്റോക്ക് വരെ ജൂൺ വരെ എടുത്ത സ്റ്റോക്കൊക്കെ അവിടെ ഇരിക്കുകയാണ്. പക്ഷേ ഏതാണ് ഇഷ്യൂ ചെയ്തത്? ഫെബ്രുവരിയിൽ. ജൂണിൽ നിന്ന് എടുത്ത സ്റ്റോക്കും കൂടി അവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഫെബ്രുവരിയിലെ സ്റ്റോക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് മെത്തേഡാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന മെത്തേഡാണ് ഫിഫോ എന്ന് പറയുന്നത്. ആദ്യം വന്ന മെറ്റീരിയൽസിന് ആദ്യം ഇഷ്യൂ ചെയ്യുന്നു. ആ ഒരു അർത്ഥത്തിലാണ്, ആ ഒരു ഓർഡറിലാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ഓൾഡസ്റ്റ് സ്റ്റോക്ക് ഇഷ്യൂഡ് ഫസ്റ്റ് എന്നാണ് ആ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നും പഠിക്കുക. ഓൾഡസ്റ്റ് സ്റ്റോക്ക് ഈസ് ഇഷ്യൂഡ് ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഓൾഡസ്റ്റ് സ്റ്റോക്കാണ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ ഫെബ്രുവരിയിൽ പർച്ചേസ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് മാർച്ചിൽ തീർക്കുക. അങ്ങനെയാണ് പിന്നെ ജൂൺ ആവുക കേട്ടോ. അപ്പം എന്താ വെച്ചാൽ ഇനീഷ്യൽ സ്റ്റോക്കിന് ഒരിക്കലും കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിങ്ങനെ എടുത്തു തുടങ്ങുള്ളൂ. അപ്പോൾ അതുകൂടെ ഒരിക്കലും വേസ്റ്റേജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റ് പ്രൈസ് മെത്തേഡ്സിന് വേറെയും കുറച്ച് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. സ്പെസിഫിക് പ്രൈസ് മെത്തേഡ് എന്ന് പറയും. ഒന്നാമത്തെ മെത്തേഡ് അതാണ് സ്പെസിഫിക്. 4 മെത്തേഡാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന് സ്പെസിഫിക് പ്രൈസ് മെത്തേഡാണ്. അപ്പോൾ അത് നോക്കാം. ഇത് എസ്പെഷ്യലി മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഒരു സ്പെസിഫിക് ജോബിനോ അല്ലെങ്കിൽ സ്പെസിഫിക് വർക്ക് ഓർഡറിനോ ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് എടുക്കാം. സ്പെസിഫിക് പ്രൈസ് മെത്തേഡ് എടുക്കാം. അവിടെ ഈ മെറ്റീരിയൽ ഇഷ്യൂഡ് സബ്സീക്വൻ്റ്ലി ആണ് സ്പെസിഫിക് ജോബിനോ അല്ലെങ്കിൽ ആ വർക്ക് ഓർഡറിനോ വേണ്ടിയിട്ട് അതേ അറ്റ് ദ പ്രൈസ് അറ്റ് വിച്ച് ദേ ആർ പർച്ചേസ് ചെയ്ത പ്രൈസിൽ തന്നെയാണ് അതെന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതാണ് ഈ സ്പെസിഫിക് പ്രൈസ് മെത്തേഡിൻ്റെ ഒരു പിന്നെ നമുക്ക് പറയാം ഐഡിയ. അതായത് ഒരു സ്പെസിഫിക് ജോബിനോ ഒരു വർക്ക് ഓർഡറിനോ വേണ്ടിയിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ മെത്തേഡാണ് എന്ത്, ഈ സ്പെസിഫിക് പ്രൈസ്. സ്പെസിഫിക് എന്ന പദം കൊണ്ട് തന്നെ നമുക്കറിയാം. ഓക്കെ, പിന്നെ ഉള്ളതാണ് രണ്ടാമത്തെ മെത്തേഡാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്നറിയപ്പെടുന്ന ഫിഫോ മെത്തേഡ്. അത് അറിയാം, പ്രൈസിങ് മെത്തേഡാണ്. പിന്നെ
ആദ്യം പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസിന് ആദ്യം ഇഷ്യൂ ചെയ്യുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പോയിൻ്റ് ഓർത്ത് വെക്കേണ്ടത് എന്താ വെച്ചാൽ ഈ മെത്തേഡ് ഏത് സമയത്താണ് മോസ്റ്റ്ലി സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ഫാളിങ് പ്രൈസ് ആ സമയത്താണ് കേട്ടോ. പ്രൈസ് ഫാളിൻ്റെ സമയത്താണ് ഇത് കൂടുതൽ ഉപകാരപ്രദം ആയി വരിക. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്യാം. പ്രൈസ് ഫോൾ ചെയ്യുമ്പം ഉപയോഗിക്കേണ്ട മെത്തേഡ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ് എന്ന് പറയാം കേട്ടോ. ബിക്കോസ് ദ മെറ്റീരിയൽ കോസ്റ്റ് ചാർജ് ടു പ്രൊഡക്ഷൻ അന്ന് ഹൈ ആയിരിക്കും. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വളരെ ലോ ആയിരിക്കും. അതുകൊണ്ടാണ് ഫോളിൻ പ്രൈസ് ആകുമ്പോൾ പ്രൈസ് കുറയുന്ന, അതായത് ഫോളിൻ പ്രൈസിൻ്റെ സമയത്ത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിലാണ് മോസ്റ്റ്ലി ഇഷ്യൂ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അത് ഇതിൻ്റെ നേരെ എതിരെയാണ്. അതായത് അറിയാലോ, പ്രൈസ് ഇഷ്യൂ ചെയ്യുന്നു. അതായത് ഇപ്പം ഫെബ്രുവരിയിൽ വാങ്ങിച്ച സാധനം അവിടെ ഇരിക്കുന്നുണ്ടാവും, ജൂണിൽ വാങ്ങിച്ച സാധനമാവും ഇപ്പം പ്രസൻ്റ്ലി ഉള്ളതാവും വേഗം ഇഷ്യൂ ചെയ്യാം. അതാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ബാച്ച് വന്നതിനെയാണ് ഫസ്റ്റ് എന്ത് ചെയ്യുക? ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. ഇത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഏത് സമയത്തെന്ന് വെച്ചാൽ ഇൻഫ്ലേഷണറി പീരിയഡിൽ, പണപ്പെരുപ്പം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സമയത്ത് വിലക്കയറ്റമൊക്കെ കൂടി നിൽക്കുമ്പോൾ പണപ്പെരുപ്പത്തിൻ്റെ സമയത്ത് ആണ് കൂടുതലായിട്ട് ഇത് വർക്ക് ചെയ്യുക. ഈ പിന്നെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. അതിന് കാരണം എന്താ വെച്ചാൽ സ്പെഷ്യലി എന്താ വെച്ചാൽ ആ ഒരു സമയത്ത് മാർക്കറ്റിലുള്ള പ്രിവൈലിംഗ് റേറ്റ് തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ വാങ്ങിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ റേറ്റിന് കൊടുക്കാൻ പറ്റും, ആ റേറ്റ് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ഇൻഫ്ലേഷണറി പീരിയഡിൽ അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ദ യൂസ് ഓഫ് ലിഫോ വുഡ് ഹെൽപ്പ് ടു എൻഷുർ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് അപ്രോക്സിമേറ്റ്ലി കറണ്ട് സിറ്റുവേഷനോട് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനൊക്കെ നിൽക്കുക. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇൻഫ്ലേഷണറി പീരിയഡിലാണെന്ന് ഓർക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുത്തത് വേറൊരു മെത്തേഡ് ബേസ് സ്റ്റോക്ക് മെത്തേഡാണ്. ബേസ് സ്റ്റോക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാവും. അതായത് ആ ഒരു മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് അണ്ടർ ദിസ് മെത്തേഡ് ഈസ് ഓൾവേസ് ഹെൽഡ് അറ്റ് എ ഫിക്സഡ് പ്രൈസിൽ വെച്ചിട്ടുണ്ടായിരിക്കും, റിസർവ് പോലെ. അത് എമർജൻസി ടു മീറ്റ് എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴാണോ അത് അറൈസ് ചെയ്യുന്നത് അതിനുള്ള മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് അവർ ഓൾറെഡി എടുത്ത് നിറച്ച് വയ്ക്കുന്നൊന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. അതൊരു ഫിക്സഡ് പ്രൈസിൽ അവിടെ ഉണ്ടായിരിക്കും. മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് അണ്ടർ ദിസ് മെത്തേഡ് ഈസ് ഓൾവേസ് ഹെൽഡ് അറ്റ് എ ഫിക്സഡ് പ്രൈസ് ആസ് റിസർവ് ഇൻ ദ സ്റ്റോക്ക് ടു മീറ്റ് എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി ഇഫ് ഇറ്റ് അറൈസ്. എന്തെങ്കിലും അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാം. ദിസ് മിനിമം സ്റ്റോക്ക് ഈസ് നോൺ ആസ് ബേസ് സ്റ്റോക്ക് എന്നാണ് ഇതിനെ പറയുക. അത് വാല്യൂ ചെയ്യുന്നത് അറ്റ് എ പ്രൈസ് അറ്റ് വിച്ച് ദ ഫസ്റ്റ് ലോട്ട് ഓഫ് മെറ്റീരിയൽ എപ്പോഴാണോ റിസീവ് ചെയ്തത് അതിനനുസരിച്ചിട്ടാണ് കൊടുക്കുക. ആൻഡ് റിമൈൻസ് അൺഅഫക്റ്റഡ് ബൈ സബ്സീക്വൻറ്റ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. പ്രത്യേകിച്ചുള്ള പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇതിനെ അഫക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ലിഫോ മെത്തേഡ് പറഞ്ഞു. അപ്പം ലിഫോ മെത്തേഡ് എന്തില്ല, AS2 പെർമിറ്റ് ചെയ്യാത്തതാണ് കേട്ടോ. AS2 പെർമിറ്റ് ചെയ്യപ്പെടാത്തതാണ് ഈ ലിഫോ എന്ന് പറഞ്ഞ മെത്തേഡ്. AS2 എന്തായിരുന്നു? വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററീസ് ഉണ്ടല്ലോ, അതിൽ എന്തില്ല, പെർമിറ്റ് ചെയ്തതല്ല ലിഫോ മെത്തേഡ് എന്നും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ചോദിച്ചൊന്നും കണ്ടിട്ടില്ല, ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇത്തിരി ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? ആദ്യം വാങ്ങിച്ച സാധനങ്ങൾ ആദ്യം പോകും. അത് ഏതായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതായിരുന്നു? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓപ്ഷൻ സി ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് 4 തരമാണ്. സ്പെസിഫിക് പ്രൈസ് മെത്തേഡ് ഉണ്ട്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഉണ്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഉണ്ട്, പിന്നുള്ളതാണ് ബേസ് സ്റ്റോക്ക് മെത്തേഡ്. 4 എണ്ണമാണ് ഈ ഒരു ഇതിൽ വരുന്ന മെത്തേഡിൽ വരുന്നത് കേട്ടോ. അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് റൈറ്റിംഗ് ഡൗൺ ദ വാല്യൂ ഓഫ് മൈൻസും ക്വാറീസും ഉണ്ടല്ലോ. പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് റിട്ടേൺ ഡൗൺ ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിപ്ലീഷൻ ആണോ, ഡിമിനിഷിങ് ആണോ, അമോർട്ടൈസേഷൻ ആണോ, സിങ്കിങ് ഫണ്ട് മെത്തേഡാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാസ്റ്റിംഗ് അസറ്റാണ് അവർ ക്വാറീസൊക്കെ എടുത്ത് തരും. അപ്പോൾ ഡിപ്ലീഷൻ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ,
അടുത്തത് വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ്. അപ്പോൾ നമ്മൾ നോർമലി കാണാത്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നോർമലി കാണപ്പെടുന്ന ഒന്നും നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, കോസ്റ്റിംഗ് ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാൻ, ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ തന്നെ എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ് വെൻ ദ പീരിയഡ് ഓഫ് വർക്ക്. പീരിയഡ് വർക്ക് കൺസിഡർ ചെയ്യുമ്പോഴുള്ള വേജ് പേയ്മെൻറ്റ് എങ്ങനെയാണ്? അപ്പോൾ വേജ് പേയ്മെൻറ്റ് പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട്, സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ട്, ക്വാണ്ടിറ്റി റേറ്റ് ഉണ്ട്, ടൈം റേറ്റ്, അങ്ങനെ പലതരത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ റേറ്റ് എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇവിടെ വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ് വെൻ ദ പീരിയഡ് ഓഫ് വർക്ക്, പീരിയഡ് ഓഫ് വർക്ക് മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ടൈം റേറ്റ് ആണ് അല്ലേ. പീരിയഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നു. അവരൊരിക്കലും അതിൻ്റെ ഔട്ട്പുട്ട് നോക്കുന്നില്ല കേട്ടോ. എത്ര ഔട്ട്പുട്ട് കിട്ടി എന്ന് നോക്കിയിട്ടല്ല അവിടെ വേജ് പേയ്മെൻറ്റിൻ്റെ മെത്തേഡ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടൈം റേറ്റ് സിസ്റ്റത്തിൽ എംപ്ലോയീസ് എങ്ങനെയാണ് ബേസ് ചെയ്യുന്നത്? അവരുടെ വർക്ക് ബേസ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് ടൈം എത്ര അവർ സ്പെൻഡ് ചെയ്തു എന്നാണ് നോക്കുന്നത്, അല്ലാതെ ഔട്ട്പുട്ട് എത്രയുണ്ടെന്ന് നോക്കുന്നില്ല. മീനിങ് അപ്പോൾ അതാണ് കേട്ടോ. അവേഴ്സ് എത്ര സ്പെൻഡ് ചെയ്തു ജോബ് മുമ്പിൽ എന്നാണ് നോക്കണത്. എത്ര യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് എവിടെ നോക്കുന്നില്ല, ഈ ടൈം റേറ്റ് സിസ്റ്റത്തിൽ നോക്കുന്നില്ല. എന്നാൽ പീസ് റേറ്റ് സിസ്റ്റം ആണെങ്കിലോ അവിടെ കോമ്പൻസേഷൻ മെത്തേഡ് നോക്കുന്നത് അവരുടെ എത്ര യൂണിറ്റാണ് കേട്ടോ. എത്ര അവർ പണിയെടുത്തു എന്നല്ല, എത്ര ഈച്ച് യൂണിറ്റ് വർക്ക് ചെയ്തു എന്നാണ് ദേ കംപ്ലീറ്റ്. അതാണ് അവിടെ നോക്കുന്നത്. എവിടെ? പീസ് റേറ്റ് സിസ്റ്റത്തിൽ കേട്ടോ. പീസ് റേറ്റ് സിസ്റ്റത്തിൽ അങ്ങനെയാണ്. പിന്നെ ക്വാണ്ടിറ്റി റേറ്റ് സിസ്റ്റം എന്താണ്? അതൊരു പ്രൈസിങ്ങിൻ്റെ ടെക്നിക്കാണ് കേട്ടോ. ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് റേറ്റ് സിസ്റ്റത്തിൽ സ്റ്റാൻഡേർഡ് റേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ റേറ്റിൻ്റെ ഒപ്പം എത്തുമ്പോൾ പിന്നെ പേയ്മെൻറ്റ് അങ്ങനെയാണ്. ക്വാണ്ടിറ്റി റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈസിങ്ങിൻ്റെ മെത്തേഡാണ് കേട്ടോ. ക്വാണ്ടിറ്റി റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈസിങ്ങിൻ്റെ മെത്തേഡാണ്. അതായത് യൂണിറ്റ് പ്രൈസ് ചേഞ്ചസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഐറ്റംസ് പർച്ചേസ്ഡ്, ടൈപ്പിക്കലി ഡിക്രീസിങ് ദ യൂണിറ്റ് പ്രൈസ് ഫോർ ലാർജർ ക്വാണ്ടിറ്റീസ്. ക്വാണ്ടിറ്റി റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പം 1000 പീസ് വാങ്ങുന്ന ഒരു ഹോൾസെയിലർ, ഒരാൾ 1000 പീസ് ഇപ്പോൾ ചുരിദാറോ എന്തെങ്കിലും വാങ്ങണം, 1000 പീസ് വാങ്ങണം. അപ്പോൾ 1000 പീസ് വാങ്ങുമ്പം അയാൾക്ക് 100 രൂപയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ വലിയൊരു ഹോൾസെയിലറിൽ വന്ന് 10,000 പീസ് എടുക്കുകയാണ് കേട്ടോ. 10,000 പീസ് എടുക്കുമ്പോൾ അയാൾക്ക് ഇത് എത്ര രൂപയ്ക്ക്? 100 രൂപയ്ക്ക് അല്ല കൊടുക്കുക, അതിലും അയാൾക്ക് റിഡക്ഷൻ കൊടുക്കും. 50 രൂപയ്ക്കോ അല്ലെങ്കിൽ 30 രൂപയ്ക്കോ അല്ലെങ്കിൽ 80 രൂപയ്ക്കോ ഒക്കെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ ക്വാണ്ടിറ്റി കൂടുമ്പം, എടുക്കുന്ന ക്വാണ്ടിറ്റി കൂടുമ്പം യൂണിറ്റുമ്പിലുള്ള വില കുറയും, ഓരോ യൂണിറ്റ് കുറയും. അതാണ് ഇവിടെ പറഞ്ഞത്. ലാർജർ ക്വാണ്ടിറ്റീസ് ആവുമ്പം യൂണിറ്റ് പ്രൈസ് ടൈപ്പിക്കലി ഡിക്രീസസ്. ഓക്കെ, അതാണ് ഈ ക്വാണ്ടിറ്റി റേറ്റ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ക്വാണ്ടിറ്റി കൂടുമ്പം, എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി കൂടുമ്പം അവർ യൂണിറ്റ് പ്രൈസ് എന്ത് ചെയ്യുന്നു? ഒരു യൂണിറ്റിന് അവർ കൊടുക്കേണ്ട, പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് അവർ മുഴുവൻ ഈടാക്കും, അത് വേറെ കഥ. പക്ഷേ അവർ ഇറക്കുമ്പോൾ എന്താണ്? അത്രയും കുറഞ്ഞിട്ടാണ്, അവർക്ക് യൂണിറ്റ് പ്രൈസ് കുറഞ്ഞിട്ടാണ് കിട്ടുന്നത്. അതാണ് ഈ ക്വാണ്ടിറ്റി റേറ്റ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പീസ് റേറ്റ് സിസ്റ്റത്തിൽ എന്താ നോക്കുക? എത്ര മണിക്കൂർ പണിയെടുത്തു എന്നാണോ നോക്കുക? അവർ ഔട്ട്പുട്ടാണ് നോക്കുക കേട്ടോ. പീസ് റേറ്റിൽ ഔട്ട്പുട്ട് നോക്കും, എന്നാൽ ടൈം റേറ്റിലോ ഔട്ട്പുട്ട് നോക്കില്ല, എത്ര സമയം പണിയെടുത്തു നോക്കും. സ്റ്റാൻഡേർഡിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ക്വാണ്ടിറ്റി റേറ്റിൽ ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങുമ്പം എത്രത്തോളം ക്വാണ്ടിറ്റി വാങ്ങുന്നുവോ അത്രത്തോളം അത് കോസ്റ്റിങ്ങിൻ്റെ ടെക്നിക്കാണ്. എത്രത്തോളം യൂണിറ്റ് പ്രൈസ് മുമ്പിൽ നമുക്ക് ഡിക്രീസ് അനുവദിച്ച് കിട്ടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത പിന്നെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ഏതാണ്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് കേട്ടോ. ഓക്കെ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. അടുത്തത് നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് അതിൻ്റെ കൂടെ നെറ്റ് പർച്ചേസ് കൂട്ടി, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചു. അങ്ങനെ വരുമ്പം എന്താണ് വരിക? CGS ആണ് അല്ലേ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ഇക്വേഷൻസ് വരാറുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. വിച്ച് ഈസ് ദ ഡോക്യുമെൻറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന ഡോക്യുമെൻ്റ് ഏതാണെന്നാണ് ചോദ്യം.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ, ബാലൻസ് ഷീറ്റ് ആണോ, ഫണ്ട് ഫ്ലോ ആണോ, ക്യാഷ് ബുക്ക് ആണോ? നമുക്കറിയാം ഫിനാൻഷ്യൽ പൊസിഷനാണ്. പൊസിഷനെ കാണിക്കുന്നത് എന്താണ്? ബാലൻസ് ഷീറ്റാണ് അല്ലേ? ഓക്കെ. അടുത്തത് വാട്ട് ഈസ് ദ നെയിം ഓഫ് എൻട്രി വേർ സെയിം ട്രാൻസാക്ഷൻ ഈസ് പോസ്റ്റഡ് ബോത്ത് സൈഡിലും. ക്യാഷ് ബുക്കിൻ്റെ 2 ഭാഗങ്ങളിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എൻട്രിക്ക് പറയുന്ന പേര് സിംഗിൾ എൻട്രി ആണോ, ഡബിൾ എൻട്രി ആണോ, കോൺട്രാ എൻട്രി ആണോ, ഒറിജിനൽ എൻട്രി ആണോ? അപ്പോൾ 2 സൈഡിലും വന്ന കാരണം തന്നെ നമുക്കറിയാം എന്താണ് അത് കോൺട്രാ എൻട്രി ആണെന്ന് അറിയാം. ഓക്കെ. കോൺട്രാ എൻട്രി എന്ന് വെച്ചാൽ when a transaction affects both the cash and bank account within the cash bookൻ്റെ 2 സൈഡിലും ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കും, അതാണ് പറഞ്ഞത്. അത് കോൺട്രാ എൻട്രി. പിന്നെ റേഷ്യോ ആണ്. അപ്പോൾ ഈ റേഷ്യോ ഇത്രയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടി വരും കേട്ടോ. നമുക്ക് എല്ലാ റേഷ്യോസും മോഡി അങ്ങ് പഠിച്ചിട്ട് പോകാം പെട്ടെന്ന്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഓരോ റേഷ്യോസായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹെഡ് എഴുതുക, എത്ര റേഷ്യോസ് ഉണ്ട്, ടൈപ്സ് ഒക്കെ പറയുമ്പം അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അതങ്ങ് ഒരു റിവിഷൻ പോലെ പഠിച്ചങ്ങ് പോകാം. വിച്ച് റേഷ്യോ ഇൻഡിക്കേറ്റ്സ്, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷനാണ് കേട്ടോ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷനാണ്. അപ്പോൾ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ചോദിക്കുമ്പം നിങ്ങൾക്കറിയാം അല്ലേ, ലിക്വിഡിറ്റി എന്ന് പറയുമ്പം ഷോർട്ട് ടേം ആണ് കാണിക്കുന്നത്. ലോങ് ടേം കാണിക്കുന്നത് ഏതാണ്? സോൾവൻസിയാണ്. ഓക്കെ. സോൾവൻസിയാണ് ലോങ് ടേം കാണിക്കുന്നത്. ടേൺ ഓവർ പിന്നെ ആ പദത്തിൽ തന്നെയുണ്ട്. പ്രോഫിറ്റബിലിറ്റി തന്നെ. ഓക്കെ. കഴിഞ്ഞ് നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ? ഉണ്ട്, അടയാളപ്പെടുത്തി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലിക്വിഡിറ്റി റേഷ്യോസിൽ തുടങ്ങാം. ലിക്വിഡിറ്റി റേഷ്യോസ് എന്താണ്? അതൊരു ഫിനാൻഷ്യൽ മെട്രിക്കാണ്. അത് എന്തിനാ? ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു വാക്കാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ, അതായത് ബൈ കൺവേർട്ടിങ് അസറ്റ്സിനെ ക്യാഷ് ആക്കി മാറ്റുക, അതുതന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ്, ഇത് ഇൻവെസ്റ്റേഴ്സും ലെൻഡേഴ്സും അസസ് കമ്പനിയുടെ ഷോർട്ട് ടേം ഡെറ്റ് പേയിങ് എബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വാക്കും പറയാറുണ്ട്. ഷോർട്ട് ടേം ഡെറ്റ് പേയിങ്, റീപേയിങ് എബിലിറ്റി ആൻഡ് ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്ത്. അപ്പോൾ അതിനൊക്കെ പിന്നെ ഉള്ളതാണ് കോമൺ ആയിട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ലിക്വിഡ് റേഷ്യോ എത്ര തരത്തിലുണ്ട്? ലിക്വിഡ് റേഷ്യോയിലുള്ളതാണ് കറൻറ്റ് റേഷ്യോ ഉണ്ട്, ക്വിക്ക് റേഷ്യോ അഥവാ ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഉണ്ട്, ക്യാഷ് റേഷ്യോ ഉണ്ട്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഉണ്ട്. ഇതൊക്കെ ആരുടെ വകഭേദങ്ങളാണ്? ലിക്വിഡിറ്റി റേഷ്യോയുടെ വകഭേദങ്ങളാണ്. ചിലതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. കറൻറ്റ് റേഷ്യോയും ക്വിക്ക് റേഷ്യോ ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ കറൻറ്റ് റേഷ്യോ കറൻറ്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറൻറ്റ് ലയബിലിറ്റി, അത്രയേ ഉള്ളൂ. ക്വിക്ക് റേഷ്യോ ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറൻറ്റ് ലയബിലിറ്റിയാണ്. അപ്പോൾ ഈ ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നൊരു പേരും കൂടി ഉണ്ട്. ക്വിക്ക് അസറ്റ് എന്ന് പറയുമ്പം കറൻറ്റ് അസറ്റ് മൈനസ് ഇൻവെൻറ്ററി കുറച്ചതാണ് ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഡിവൈഡഡ് ബൈ കറൻറ്റ് ലയബിലിറ്റി, അങ്ങനെ എഴുതാം. കറൻറ്റ് അസറ്റ് മൈനസ് ഇൻവെൻറ്ററി ഡിവൈഡഡ് ബൈ കറൻറ്റ് ലയബിലിറ്റി. പിന്നെ ക്യാഷ് റേഷ്യോ ആണ്. ക്യാഷും ക്യാഷിൻ്റെ ഈക്വലൻസും ഡിവൈഡഡ് ബൈ കറൻറ്റ് ലയബിലിറ്റീസാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ കറൻറ്റ് അസറ്റ് മൈനസ് എന്താ കറൻറ്റ് ലയബിലിറ്റീസ് ബൈ ടോട്ടൽ അസറ്റാണ് കേട്ടോ. അതാണ് ആ ഒരു ലിക്വിഡിറ്റി റേഷ്യോസിൻ്റെ 4 എണ്ണം. കറൻറ്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ അഥവാ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, പിന്നെ ക്യാഷ് റേഷ്യോ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. അപ്പോൾ കറൻറ്റ് റേഷ്യോ അറിയാം, കറൻറ്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറൻറ്റ് ലയബിലിറ്റീസ്. ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറൻറ്റ് ലയബിലിറ്റീസ്. ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ കറൻറ്റ് അസറ്റ്സ് മൈനസ് ഇൻവെൻട്രി. ക്യാഷ് റേഷ്യോ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ഡിവൈഡഡ് ബൈ കറൻറ്റ് ലയബിലിറ്റീസ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് കേട്ടോ. അതാണ് ലിക്വിഡ് റേഷ്യോ. പിന്നെ സോൾവൻസി റേഷ്യോ നമ്മൾ പറഞ്ഞു, കമ്പനീസ് എബിലിറ്റി ടു മീറ്റ് ലോങ് ടേം ഡെറ്റ്, ദീർഘകാല കടങ്ങളും ഒബ്ലിഗേഷൻസും കൊടുത്തു തീർക്കാനുള്ള ഒരു അത് അസസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് എന്ത് സോൾവൻസി റേഷ്യോ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടൈപ്പ് നോക്കുകയാണെങ്കിൽ, സോൾവൻസി റേഷ്യോയുടെ ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഉണ്ട്, ഡെറ്റ് ടു ക്യാപിറ്റൽ ഉണ്ട്, ഡെറ്റ് ടു അസറ്റ് ഉണ്ട്. പിന്നെ ഫിനാൻഷ്യൽ ലിവറേജും ഉണ്ട്, ഇൻട്രസ്റ്റ് കവറേജും ഉണ്ട്. രണ്ടും ഉണ്ട്. ഫിനാൻഷ്യൽ ലിവറേജും ഉണ്ട്, ഇൻട്രസ്റ്റ് കവറേജും ഉണ്ട് കേട്ടോ. അപ്പോൾ സോൾവൻസി റേഷ്യോ എന്ന് വെച്ചാൽ നെറ്റ് ഇൻകം ആയിരിക്കും, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് എടുക്കുക, പ്ലസ് ഡിപ്രിസിയേഷൻ ഡിവൈഡഡ് ബൈ ഷോർട്ട് ടേം ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലോങ് ടേം. ഓക്കെ. ഷോർട്ട് ടേം ലയബിലിറ്റീസ് പ്ലസ് ലോങ് ടേം ലയബിലിറ്റീസ്, അതാണ് ഈ ഒരു സോൾവൻസി റേഷ്യോ. അതിൽ ഡെറ്റ് ടു ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ടോട്ടൽ ലയബിലിറ്റീസ് ആണ്
മുകളിൽ വരിക, താഴെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയാണ് വരിക. ടോട്ടൽ ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഡെറ്റ് ടു ക്യാപിറ്റൽ ആകുമ്പോൾ ടോട്ടൽ ഡെറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ. ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡെറ്റും ഉണ്ട്, അവിടെ ഇക്വിറ്റി ഉണ്ട്. ഡെറ്റ് ടു അസറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡെറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ആ പേരുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് റേഷ്യോസും അല്ലെങ്കിൽ സമവാക്യങ്ങളും വരുന്നത്. പിന്നെ ഫിനാൻഷ്യൽ ലിവറേജ് ആണ് വരിക. അത് ആവറേജ് ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ടോട്ടൽ ഇക്വിറ്റി. ഇൻട്രസ്റ്റ് കവറേജ് നമ്മൾ പറഞ്ഞു EBIT, അതായത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. അതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഈ സോൾവൻസിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ടേൺ ഓവർ റേഷ്യോ. ടേൺ ഓവർ റേഷ്യോ എന്ന് വെച്ചാൽ ഇൻവെൻട്രി ടേൺ ഓവർ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അക്കൗണ്ട്സ് റിസീവബിൾ ഉണ്ട്, ടോട്ടൽ അസറ്റ്. അത് അതുമായി കണക്ട് ചെയ്ത സാധനം എടുക്കുക. അടിയിൽ എന്താണോ അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി ആണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ വരുമ്പം നെറ്റ് സെയിൽസ് ആണ് വരിക. നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് ആണ് വരിക, അക്കൗണ്ട്സ് റിസീവബിൾ ആണല്ലോ. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ എത്രയുണ്ടോ അത്. പിന്നെ ഇവിടെ ടോട്ടൽ അസറ്റിൻ്റെ ടേൺ ഓവർ നോക്കുമ്പം നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ടോട്ടൽ അസറ്റ് എത്രയുണ്ട് അത്. ഓക്കെ. പിന്നെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് വെച്ചാൽ കമ്പനിയുടെ പ്രോഫിറ്റ് അളക്കാൻ വേണ്ടിയിട്ടാണ്. ജനറേറ്റ് ചെയ്യുന്നത് എത്രത്തോളമാണ്, അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, പാസ്റ്റ് പെർഫോമൻസും ഇപ്പോഴത്തെ പെർഫോമൻസും തമ്മിലുള്ള മാറ്റം എന്താണെന്നൊക്കെ നോക്കാനാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉള്ളത്. ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും ഉണ്ട്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ആണെങ്കിൽ അത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. രണ്ടും സെയിൽസ് ആണ്. നെറ്റ് പ്രോഫിറ്റിനും സെയിൽസ് തന്നെയാണ് വരിക. നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് വരിക. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിന് മാത്രം നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ അസറ്റ്സ് ആണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ അസറ്റ് വേണം. അസറ്റ്സ് ഇൻറ്റു 100 ആണ് വരിക. റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ അത് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയാണ്, അതാണ് താഴെ വരിക. നെറ്റ് ഇൻകം മുകളിൽ തന്നെ വരും, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി താഴെയാണ് വരിക കേട്ടോ. ഓക്കെ. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ച് നോക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവും. ഇതൊക്കെ ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുക. അടുത്തത്, ദ കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് ദ റെക്കഗ്നിഷൻ ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസ്. അതായത് റവന്യൂ എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നു കൺസെപ്റ്റ് ഏതാണ്? ദ കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് ദ റെക്കഗ്നീഷൻ ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ബിസിനസ് എൻറ്റിറ്റി വെച്ചാൽ ബിസിനസ്സിന് ദീർഘകാലം എൻറ്റിറ്റി ഉണ്ട്, അക്രൂവലാണ്. അക്രൂവൽ കൺസെപ്റ്റാണ്. കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് ദ റെക്കഗ്നീഷൻ ഓഫ് റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ്. അവിടെ അത് പ്രത്യേകിച്ച് എന്തില്ല, അത് കിട്ടിയോ ഇല്ലയോ എന്നൊന്നും നോക്കുന്നില്ല കേട്ടോ. ഓക്കെ. നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യുക, അക്കൗണ്ടിൽ കയറ്റണം. കാശ് വന്നോ പോയോ എന്നൊന്നും അവിടെ നോക്കുന്നില്ല കേട്ടോ. അടുത്തത് ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിൾ എന്താണ്? ബിൽസ് റിസീവബിൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിൽസ് റിസീവബിൾ ഒരു ലയബിലിറ്റി ആണോ, അസറ്റാണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബിൽസ് റിസീവബിൾ അല്ലേ, റിസീവബിൾ ആണ്, അപ്പോൾ അതൊരു അസറ്റാണ്. ഓക്കെ. ഇനി അടുത്തത് ജേണൽ ബുക്ക് എന്താണ്? ജേണൽ ബുക്ക് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണോ, ഡേ ബുക്കാണോ, ക്യാഷ് ബുക്കാണോ, സപ്ലിമെൻ്ററി ബുക്കാണോ? അപ്പോൾ ജേണൽ ബുക്ക് എന്താണ്? ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. അടുത്തത് വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കറണ്ട് അസറ്റ് അല്ലാത്തതാണ് ചോദിച്ചത്. സ്റ്റോക്ക് ഇൻ ട്രേഡ് കറണ്ട് അസറ്റാണ്. ബാങ്ക് അക്കൗണ്ട്, ബിൽസ് റിസീവബിൾ, ഗുഡ് വില്ല് കൊടുത്തിട്ടുണ്ട്, അത് ഇൻടാഞ്ചിബിൾ ആണ് അല്ലേ, ഗുഡ് വില്ലാണ് ഉത്തരമായിട്ട് വരിക. സാലറി ഡ്യൂ ചെയ്തു ഫോർ ദ പീരീഡ് ബട്ട് നോട്ട് പെയ്ഡ്. സാലറി ഡ്യൂ ചെയ്തു പക്ഷെ എന്തില്ല, കൊടുത്തിട്ടില്ല. അപ്പോൾ അതെന്താണ്? കൊടുക്കാഞ്ഞാൽ നമുക്ക് ലയബിലിറ്റി അല്ലേ, സോ നമുക്ക് ലയബിലിറ്റി മാർക്ക് ചെയ്യാം. ലയബിലിറ്റിയാണ് ഉത്തരമായിട്ട് വരിക. അടുത്തത് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി വെർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. അത് ക്രൊണോളജിക്കലി റെക്കോർഡ് ചെയ്യുന്ന ബുക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്പെസിഫിക് പീരീഡിലേക്കാണ് ബുക്ക് എഴുതുന്നത്. ഓക്കെ. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ഓർ ഡേ, അതായത് ആ ഒരു സ്പെസിഫിക് പീരീഡ് നോക്കി ഡേയിലാണ് ക്രൊണോളജിക്കൽ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ജേണൽ ബുക്കാണോ, ഡേ ബുക്കാണോ,
ക്രെഡിറ്റ് ബുക്കാണോ ലെഡ്ജർ ബുക്കാണോ ചോദിച്ചിട്ടുണ്ട്. ക്രൊണോളജിക്കൽ ഓർഡർ കാണുമ്പോൾ നമുക്കറിയാം അത് ഡേ ബുക്കാണല്ലേ. കാലഗണനാക്രമത്തിലാണ് അതിങ്ങനെ എഴുതി പോവുക. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ ഡേ ബുക്ക് ഇങ്ങനെ എഴുതി പോകും കേട്ടോ. ഓക്കെ, സ്പെസിഫിക് പീരിയഡ് അല്ലെങ്കിൽ സ്പെസിഫിക് ഡേ അങ്ങനെ എല്ലാ ദിവസവും ഉൾക്കൊള്ളിച്ചിട്ടാണ് പോവുക. അടുത്തത് ദ ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഷോൺ ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ടേംഡ് ആസ്. ഏത് പേരിലാണ് അറിയപ്പെടുക? ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ എന്തായാലും സർപ്ലസ് ആവും അല്ലേ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പറയുന്ന പേര് എന്താണ്? ഇൻകം ഓവർ എക്സ്പെൻഡിച്ചറിനെ പറയുന്നതാണ് സർപ്ലസ്. ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ കമ്മിയാണ്, സർപ്ലസ് എന്ന് വെച്ചാൽ ലാഭമുള്ള അവസ്ഥയാണ്. അടുത്തത് ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ഓവർ ഹെഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ഓവർ ഹെഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോ മെറ്റീരിയൽസിനൊക്കെ ചിലവായ തുക, ഡയറക്റ്റ് കോസ്റ്റ്, അതുപോലെ ഡയറക്റ്റ് ലേബർ, അതുപോലെ തന്നെ ഫാക്ടറി ഇതൊക്കെ കൂടിയതാണ് ഫാക്ടറിയുടെ ഓവർ ഹെഡ് എക്സ്പെൻസസ്. ഇതൊക്കെ കൂടിയതാണ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഓഫീസ് ഓവർ ഹെഡ് എന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള എക്സ്പെൻസസ് ആണ്. റെൻറ്റ് വരും, കൂടാതെ സാലറി വരും, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് വരും, അതർ യൂട്ടിലിറ്റീസ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ വരും. അതൊക്കെ ഓഫീസ് ഓവർ ഹെഡിലാണ്. ഡയറക്റ്റായിട്ട് അല്ലെങ്കിലും അതൊക്കെ ചിലവുകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാക്ടറി കോസ്റ്റിനെയും ഓഫീസ് ഓവർ ഹെഡിനെയും കൂടി കൂട്ടിയാൽ എന്താണ് കിട്ടുന്നത് എന്നാണ് ചോദ്യം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. പ്രൊഡക്ഷന് ചിലവായ തുക അല്ലേ, കോസ്റ്റ് ചിലവ്, അതാണ് കിട്ടുക. ഫാക്ടറി കോസ്റ്റും കൂട്ടണം, ഓഫീസ് ഓവർ ഹെഡിലത്തെ എല്ലാ എക്സ്പെൻസസും കൂട്ടണം. അപ്പോൾ കിട്ടുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അടുത്തത് ഈ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. എന്താണ് സംഭവം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ആക്ച്വൽ ക്വാണ്ടിറ്റി കുറച്ച് അതിനെ സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. അപ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മെറ്റീരിയൽ യൂസേജ് വാരിയൻസ്. ക്വാണ്ടിറ്റി ആണല്ലോ പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സ് അല്ല, കോസ്റ്റ് അല്ല, പ്രൈസ് അല്ല, യൂസേജ് ആണ്, ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസേജ് വാരിയൻസ് ആണ് ഇവിടെ. ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷനും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഒരു ഫിക്സ് ചെയ്യുമല്ലോ. അപ്പോൾ അതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. അത് ബിസിനസ്സിന് വളരെ ഹെൽപ്ഫുള്ളാണ്. എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് അവരവരുടെ റോ മെറ്റീരിയൽസും ബാക്കി സർവീസസും യൂട്ടിലിറ്റീസും ഉപയോഗിക്കുന്നത് എന്നത് അറിയാനാണ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് യൂസ് ആവുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എന്നത്. അടുത്ത ഓപ്ഷൻ മെറ്റീരിയൽ മിക്സ് വാരിയൻസ്. അപ്പോൾ ഉത്തരം മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് ആണ്, ക്വാണ്ടിറ്റിയും യൂസേജും. അടുത്തത് മെറ്റീരിയൽ മിക്സ് വാരിയൻസ് എന്താണെന്ന് നോക്കാം. മെറ്റീരിയൽ മിക്സ് വാരിയൻസ് വെച്ചാൽ കോസ്റ്റിലുള്ള ഡിഫറൻറ്റ് പ്രൊപ്പോർഷനും മെറ്റീരിയലും ഒക്കെ പ്രൊഡക്ഷന് മാറ്റുമ്പം എന്ത് ചെയ്യും? കോസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവും എന്നതിനെക്കുറിച്ച് മെഷർ ചെയ്യുന്നതാണ് മെറ്റീരിയൽ മിക്സ് വാരിയൻസ്. മിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിലേറെ കാര്യങ്ങൾ, ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസ് അവിടെയുണ്ട്. പ്രൊപ്പോർഷൻസ് ഓഫ് മെറ്റീരിയൽസ് ഇൻ പ്രൊഡക്ഷൻ അവിടെ ഉണ്ട് എന്ന് ആലോചിക്കും. അതിന് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും അതുപോലെ ആക്ച്വൽ ക്വാണ്ടിറ്റിയും ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ് അത് കാണാൻ. റിവൈസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി പിന്നെ ആക്ച്വൽ ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അടുത്തത് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ആണ്. അപ്പോൾ കോസ്റ്റ് വാരിയൻസ്, മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എന്താണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ടല്ലോ, ഒരു മെറ്റീരിയലിന് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ടായിരിക്കും, എത്ര ഔട്ട്പുട്ട് തരുന്നു അനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അതുപോലെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, എത്രത്തോളം മെറ്റീരിയൽസ് യൂസ് ചെയ്തു, അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് രണ്ട് തരത്തിലാണ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ഉള്ളത്. പ്രൈസ് വാരിയൻസും ഉണ്ട്, യൂസേജ് വാരിയൻസും ഉണ്ട്. പ്രൈസ് വാരിയൻസും ഉണ്ട്, യൂസേജ് വാരിയൻസും ഉണ്ട്. പിന്നെ ഈ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസിൻ്റെ ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസും ഉണ്ട്, മെറ്റീരിയൽ യൂസേജ് വാരിയൻസും ഉണ്ട്. മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. യൂസേജ് ആകുമ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും
ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് മെഷർ ചെയ്യുന്നു. അതാണ് മെറ്റീരിയൽ യൂസേജ് വരുമ്പോൾ എപ്പോഴും ക്വാണ്ടിറ്റീനെ എടുക്കുക. പ്രൈസ് വരുമ്പോൾ നിങ്ങൾ പ്രൈസ് തന്നെ സ്റ്റാൻഡേർഡ് പ്രൈസ് ആക്ച്വൽ പ്രൈസ് കൊടുക്കുക. മറ്റേത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ദാറ്റ് വാസ് യൂസ്ഡ്, അതാണ് അതിൽ കൺസിഡർ ചെയ്യുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ക്യാരിയേജ് ഇൻവേർഡ് എന്താണ്? ക്യാരിയേജ് ഇൻവേർഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണോ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണോ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ, ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ? നിങ്ങൾക്കറിയാം ക്യാരിയേജ് ഇൻവേർഡ് നമ്മൾ എവിടെയാണ് കൊടുക്കാറ്? എന്ത് കാണുന്നതിൻ്റെ മുമ്പേ കൊടുക്കാറ് ക്യാരിയേജ് ഇൻവേർഡ്? ആലോചിക്കൂ. ക്യാരിയേജ് ഇൻവേർഡ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യില്ലേ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ടല്ലേ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 673 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിലത്തെ അറിയാത്ത ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നോട്ട് നമ്മൾ പെയ്ഡ് ഗ്രൂപ്പിൽ കൊടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു, 1060 കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പോൾ നടന്ന പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു തുടങ്ങാം കേട്ടോ. ഓക്കെ, താങ്ക് യു.